നമസ്കാരം. അങ്ങനെ 18ാം ലോക്സഭയിലേക്ക് ആരൊക്കെ എന്ന ചിത്രം വ്യക്തമായി കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് 18 UDF അംഗങ്ങളും ഒരു ഇടത് അംഗവും ഒരു NDA അംഗവും തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വനിതാ സംവരണ ബിൽ പാസാക്കപ്പെട്ട ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. വനിതാ സംവരണം എന്ന വിഷയം പതിറ്റാണ്ടുകളായി രാജ്യത്ത് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന സമ്മേളന കാലയളവിൽ ആണ് ബിൽ പാസാക്കപ്പെട്ടത്. ബിൽ പാസായി എങ്കിലും നിയമമാകാൻ ഇനിയും സമയമെടുക്കും. എന്തുതന്നെയായാലും വനിതാ സംവരണ ബിൽ പാസാക്കപ്പെട്ടതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഒരു വനിതയെപ്പോലും തെരഞ്ഞെടുക്കാൻ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാതെ പോയി. വടകരയിൽ നിന്ന് KK ശൈലജയും എറണാകുളത്ത് നിന്ന് KJ ഷൈനും ആയിരുന്നു CPIM വേണ്ടി മത്സരിച്ചത്. വയനാട്ടിൽ നിന്ന് ദേശീയ നേതാവ് ആനി രാജയെയാണ് CPI കളത്തിൽ ഇറക്കിയത്. പക്ഷേ ഈ ഇടത് വനിതാ സ്ഥാനാർത്ഥികൾക്കൊന്നും തന്നെ വിജയിക്കാൻ സാധിച്ചില്ല. എന്തായാലും NDA കേരളത്തിൽ ഇത്തവണ കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. കാസർഗോഡ് അശ്വിനിയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യവും ആലത്തൂരിൽ പ്രൊഫസർ TN സരസുവും ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് BDJS സ്ഥാനാർത്ഥിയായി സംഗീത വിശ്വനാഥനും ജനവിധി തേടി. നമുക്കറിയാം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു NDA സ്ഥാനാർത്ഥി വിജയിച്ചത് ഇത്തവണയാണ്. തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. NDAക്ക് വലിയ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റാത്ത സംസ്ഥാനമാണ് കേരളം എങ്കിൽ പോലും ഇത്രയധികം സ്ഥാനാർത്ഥികളെ, വനിതകളെ മത്സരിപ്പിച്ചത് പ്രശംസനീയം ആണ്. അതേസമയം കോൺഗ്രസിൽ നിന്ന് ഒരേ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ഉണ്ടായിരുന്നുള്ളൂ. അത് ആലത്തൂരിൽ നിന്ന് ജനവിധി തേടിയ രമ്യ ഹരിദാസാണ്. 2019 വലിയ ഭൂരിപക്ഷത്തിൽ ആയിരുന്നു രമ്യ ഹരിദാസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ഇത്തവണ ആലത്തൂരിൽ രമ്യയ്ക്കും പരാജയം മണക്കേണ്ടി വന്നു. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലും വനിതകളുടെ പ്രകടനം അത്ര മികച്ചതല്ല. ആദ്യ ലോക്സഭ മുതൽ ഇതുവരെ കേരളത്തിൽ നിന്ന് ആകെ ജയിച്ചിട്ടുള്ളത് 9 വനിതകൾ മാത്രമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്നും ജയിച്ച ആനി മസ്ക്രീനിൽ തുടങ്ങി 2019 ആലത്തൂരിൽ സംവരണ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ച രമ്യ ഹരിദാസിൽ എത്തി നിൽക്കുന്നതാണ് ആ രണ്ടക്കം കടക്കാത്ത കണക്ക്. ഏറ്റവും കൂടുതൽ വനിതകളെ മത്സരിപ്പിച്ചിട്ടുള്ളതും ലോക്സഭയിൽ എത്തിച്ചതും CPIM ആണ്. കോൺഗ്രസും CPIയും തൊട്ടു പിന്നിലുണ്ട്. മറ്റൊരു രസകരമായ കാര്യം, പ്രാദേശിക പാർട്ടികളൊന്നും തന്നെ ഇതിന് തുനിഞ്ഞിട്ടില്ല എന്നാണ്. ഇതുവരെയും വനിതാ സ്ഥാനാർത്ഥികളെ അവർ മത്സരിപ്പിച്ചിട്ടില്ല. 2ഉം 3ഉം ലോക്സഭകളിൽ കേരളത്തിൽ നിന്ന് വനിതാ പ്രാതിനിധ്യമേ ഉണ്ടായിരുന്നില്ല. CPIMൻ്റെ സുശീല ഗോപാലൻ ആണ് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭ MP ആയിരുന്ന കേരളത്തിൽ നിന്നുള്ള വനിത. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ വനിതാ സംവരണം നടപ്പിലാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്ന് ചുരുങ്ങിയത് 7 വനിതകൾ എങ്കിലും ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചിത്രം മറ്റൊന്നായിരിക്കും. 40ഓളം വനിതകൾ സ്ഥാനാർത്ഥികളായി രംഗത്ത് ഉണ്ടാകും. ഇത്രയധികം വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നത് തന്നെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാകും. വരും കാലങ്ങളിൽ മണ്ഡല പുനർനിർണയത്തിനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ കേരളത്തിൽ മണ്ഡലങ്ങളുടെ എണ്ണം മാറിയേക്കും. അപ്പോഴും വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക, വിജയിപ്പിക്കുക എന്നത് വെല്ലുവിളിയായി തന്നെ തുടരും.